കഴിക്കാൻ ആഹാരമില്ല. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ അശ്വിൻ പറയുന്നതും ദിയ അവിടെ കാണിക്കാൻ ശ്രമിക്കുന്നതിനപ്പുറത്തേക്ക് വ്യൂവേഴ്സ് കണ്ടിട്ട് കാര്യം മറ്റൊന്നാണ്. അവരെന്ത് കാണിച്ചാൽ സപ്പോർട്ട് ചെയ്യാൻ കുറേ പൊട്ടന്മാരുണ്ട്, അത് അവൾക്കറിയാം. എനിക്ക് തോന്നി വീഡിയോ കണ്ടിട്ട് ഇവരിങ്ങനെ ഇട്ടാൽ വാങ്ങുമ്പോൾ ഇവർക്കൊരു തോന്നലാണുണ്ട് ഇവരെന്തോ തേങ്ങയാണെന്ന്. ഇവരെ പുകഴ്ത്താൻ പണിയില്ലാത്ത കുറേ പെണ്ണുങ്ങളും ഉണ്ട്. സോ ഇവർ ഇങ്ങനെ കാണിക്കുന്നതിൽ അതിശയമൊന്നുമില്ല. അയ്യോ, ഇത്രയും നല്ല സാരി എന്താ ഒരു പേപ്പർ പോലും വിരിക്കാതെ വെറും നിലത്ത് വിരിച്ചിരിക്കുന്നത്. അത് കണ്ട ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഒരു പരാതി വന്നിട്ടുണ്ട്. ആ പരാതി എന്താണെന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം. നമ്മളിപ്പം ഒരു പ്രീ ജഡ്ജ്മെൻറ്റ്, അതായത് നമുക്ക് എപ്പോഴും ഒരു ചിലപ്പോൾ വിമർശനങ്ങൾ നേരിടുന്നവരും അല്ലെങ്കിൽ ഇഷ്ടം തോന്നുന്നവരൊക്കെ ആയിട്ടുള്ള ആൾക്കാർ എന്നും അങ്ങനെ തന്നെ നിലനിൽക്കുമെന്നൊരു ചിന്ത. ഇപ്പം ഇഷ്ടം തോന്നിയാൽ ആ ഇഷ്ടം അങ്ങനെ നിലനിൽക്കുമെന്നും വെറുപ്പാണെങ്കിൽ അത് എന്നും ആ വെറുപ്പ് അങ്ങനെ തുടരുമെന്നും ചിന്തിക്കുന്നത് അത്ര ശരിയല്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത. നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. കെ ഫാമിലി ഇഷ്ടമാണോ? അതിനകത്തുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാണ്? കൃഷ്ണകുമാർ ഫാമിലിക്കകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആരാണ്? ഓക്കെ, നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം കേട്ടോ, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കാരണം അറിയണം, എനിക്കും കൂടെ അറിയണം. നിങ്ങൾ ഈ ഒരുപാട് ഹാനകൃഷ്ണയുണ്ട്, ദിയാകൃഷ്ണയുണ്ട്, അതുപോലെ തന്നെ ഐശാനി, പിന്നെ വേറെ എനിക്ക് അവരുടെ എല്ലാവരുടെ സിന്ധു കൃഷ്ണകുമാർ. ഓക്കെ, ഒരു കുട്ടിയുടെ പേര് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യും. ഒരു കൊച്ചുകുട്ടി, എൻ്റെ പേര്. ഓക്കെ, അപ്പം ഇവിടെ വിഷയമൊന്നുമല്ല. ഇതെനിക്ക് കഴിഞ്ഞ ദിവസത്തിന് മുമ്പ് കഴിഞ്ഞ ദിവസമാണ് തോന്നുന്നു ഇൻസ്റ്റയ്ക്കകത്ത് വന്നു കിടന്ന സംഭവമാണ്. ഇത് കണ്ടോ, ഇത് വളരെ മോശമല്ലേ, ഇതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കണം എന്നുള്ള. അപ്പോൾ എന്താണെന്ന് നിങ്ങളെ കൂടെ കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് പ്രതികരണത്തിലേക്ക് കിടക്കാം. എന്താണ് സംഭവം കാണാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എന്ന് വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ അശ്വിൻ സംസാരിച്ച് തുടങ്ങുന്നു. ദിയ നിലത്തിരിപ്പുണ്ട്. ദിയയുടെ മുന്നിൽ കുറേയധികം സാരികൾ ഇരിപ്പുണ്ട്. വണക്കം. കടവുളനും മുതലാളി കണ്ടെടുത്ത തൊഴിലാളി വ്യവസായി. ഞാനിത് പാടാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നല്ല ശബ്ദം. ഈ விவசாயம் இல்லைன்னா இந்த നാടേ ഇല്ല മാതിരി. അതായത് കൃഷി അതൊന്നും ഇല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ നാടേ ഇല്ല അല്ലേ, നമുക്ക് കഴിക്കാൻ ആഹാരമില്ല. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ അശ്വിൻ പറയുന്നതും ദിയ അവിടെ കാണിക്കാൻ ശ്രമിക്കുന്നതിനപ്പുറത്തേക്ക് വ്യൂവേഴ്സ് കണ്ടിട്ട് കാര്യം മറ്റൊന്നാണ്. നിലത്തിട്ടിരിക്കുന്ന സാരി OBY എന്ന് പറയുന്ന OCയുടെ സ്ഥാപനത്തിലൂടെ, അഥവാ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലൂടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ വിൽക്കുന്ന സാരികളിൽ പെട്ട കുറച്ച് സാരികളാണ് നിലത്ത് കിടക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് കൊടുക്കുന്ന സാരി അതിനെങ്ങനെയാണോ അലക്ഷ്യമായിട്ട് ഇട്ടേക്കേണ്ടതെന്നുള്ളതാണ് ചോദ്യം. ഞാൻ അതിൻ്റെ പിന്നാലെ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം, ആദ്യം കേൾക്കാം. അയ്യോ, ഇത്രയും നല്ല സാരി എന്താ ഒരു പേപ്പർ പോലും വിരിക്കാതെ വെറും നിലത്ത് വിരിച്ചിരിക്കുന്നത്. അത് കണ്ടപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ അഭിപ്രായം തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അശ്വിൻ ഈസ് എ ജെന്യൂൻ പേഴ്സൺ എഡിറ്റ്. ഇത്ര ലൈക്ക്. ഓക്കെ, ആ സാരി ഫ്ലോറിലിട്ട് ഡേർട്ടി ആവില്ലേ? വല്ല മാറ്റ് ഇട്ടിട്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. മാറ്റ് വല്ല ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഓക്കെ, ഈ സാരി പ്യൂർ ഹാൻഡ്ലൂം സാരീസ് അല്ലല്ലോ, പിന്നെ എന്തിനാണ് വ്യൂവേഴ്സിനെ പറ്റി പറയുന്നത്? ഇത് പവർലൂമിൽ ഉണ്ടാക്കിയത് അല്ലേ, ഹാൻഡ്ലൂം അല്ലല്ലോ, പവർലൂമിൽ ഉണ്ടാക്കിയതല്ലേ എന്നൊക്കെ പറയുന്നു. അഥവാ അശ്വിനോട് പറയുന്നത് തെറ്റാണെന്നും. എന്താണ്, ഡസ് അശ്വിൻ നോട്ട് വർക്ക്? യൂഷ്വലി IT പീപ്പിൾ ആർ വെരി ബിസി എന്ന് പറയുന്നത്. ഒരു പേപ്പർ ഒരു മാറ്റ് ഇട്ടിട്ട് സാരി വെക്കൂ. ഡസൻ ലുക്ക് ഗുഡ് വെൻ യു കീപ്പ് ഇറ്റ് ഓൺ ദ ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നു. ഓക്കെ, യെസ് കറക്റ്റ്, യെസ് നോട്ട് ഗുഡ് സ്പ്രെഡ് ഇറ്റ് ഇൻ ദ ഫ്ലോർ, ഇറ്റ് ഓൺ ദ ഫ്ലോർ, യെസ് അബ്സല്യൂട്ട്ലി കറക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നു. അതായത് നിങ്ങൾ കണ്ടതുപോലെ, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ അവിടെ ദിയ ആ നിലത്ത് വിരിച്ചേക്കുന്ന ആ സാരി അത് വളരെ ഡേർട്ടി ആവാൻ സാധ്യതയുണ്ട്. ഇത് വളരെ മോശമായ പരിപാടിയായി പോയി എന്നാണ് ഇവിടെ ആൾക്കാരുടെ വിമർശനം. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയോ? എൻ്റെ അഭിപ്രായം ഞാൻ പറയാം, അതിന് കുറച്ചുകൂടെ പോകണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് നെസവാളர்கள், അതായത് വീവേഴ്സ്. നമ്മൾ ചുമ്മാ സാരി കാണിച്ചു പോകുന്നു, അതിനെക്കുറിച്ച് 2 വാക്ക് നമ്മൾ ആക്ച്വലി സംസാരിക്കുന്നു, മറക്കുന്നു, അങ്ങനെ പോകുന്നു. പക്ഷേ ഇത് എന്തൊരു ആർട്ട് വർക്കാണെന്ന് നിങ്ങൾ ആക്ച്വലി നോക്കണം കേട്ടോ. അത് ഒരു രക്ഷയില്ലാത്ത, ബിക്കോസ് അവർ നമ്മളെപ്പോഴും ഒരു അപ്രിഷിയേറ്റഡ് ആണെന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ബിക്കോസ് നമ്മളെപ്പോഴും ഇപ്പം സമീപകാലം അശ്വിനോട് സംസാരിക്കുന്ന മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്ന ഹാൻഡ്ലൂം ചെയ്യുന്ന ആൾക്കാർ വ്യൂവേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ആൾക്കാർ പറയുന്നത് നിലത്ത് കിടക്കുന്ന സാരിയെക്കുറിച്ചാണ്. അവിടെ ഞാൻ നിങ്ങളുടെ അടുത്തും പറഞ്ഞൊരു കാര്യം കാണിക്കാം.
ആ ഡേർട്ടി ആയിട്ടുള്ള നിലത്ത് ഈ സാരി അവർ വിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതിന് കാരണം ഡേർട്ടി ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ ഇരിക്കില്ല. അതായത് ഒരു കൊച്ചു കുഞ്ഞിന് പാൽ കൊടുക്കുന്ന വളരെയധികം ഹൈജീനിക്കായിട്ട് മുന്നോട്ട് പ്രോപ്പറായിട്ട് പോകേണ്ട ഒരമ്മ അവിടെ ആ നിലത്ത് അവിടെ യാതൊരു തരത്തിലുള്ള ഇപ്പോൾ ഒരു മാറ്റോ മറ്റുള്ള സംവിധാനങ്ങളോ ഒന്നുമില്ലാതെ ആ നിലത്തിരിക്കുന്നുവെങ്കിൽ അവിടെ പ്യൂർലി ഹൈജീനിക്കാണ്. അത് അവരുടെ റെഗുലർ യൂസിൽ വരുന്നൊരു സ്ഥലമാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇതിനകത്ത് അവരെ അനാവശ്യമായിട്ടാണെങ്കിലും ഡ്രാഗ് ചെയ്ത് വിമർശിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഇനി നിങ്ങൾക്ക് അതല്ല മറ്റെന്തെങ്കിലും ഒരു ഓപ്ഷൻ ആണെങ്കിൽ പറയുക. ഇനി മറ്റൊരു കാര്യം കൂടി ചോദിക്കാം. നമ്മൾ ഈ കാണുന്ന ഈ സാരി ഒരിടത്ത് നിന്ന് എവിടെയോ ഇത് മാനുഫാക്ചർ ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നു. ഇതിനിടയ്ക്ക് ചിലപ്പോൾ അതിനകത്ത് ഡേർട്ടിനെസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മളത് വാങ്ങി ഉപയോഗിക്കുന്ന സമയത്ത് പോലും നമ്മൾ നോക്കാറില്ല. പക്ഷെ ഇവിടെ അത്രയും കോൺഫിഡൻസോടുകൂടി ആ സ്ഥലത്ത് അവിടെ ദിയ കൃഷ്ണയ്ക്ക് അത് ഇടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ഒരു കോൺഫിഡൻസിനല്ലേ, അവരുടെ അതല്ല അവർ ഡേർട്ടി ആയിട്ടുള്ള സ്ഥലത്ത് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് വിമർശനം ഉണ്ടാവും. വിമർശനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സിനെ ബാധിക്കും എന്നറിയാത്ത ഒരാളാണോ ദിയ തറയിലിരിക്കുന്നു. അതോടൊപ്പം തന്നെ അശ്വിൻ അവിടെ നിന്നുകൊണ്ട് ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് വളരെ വാചാലമായിട്ട് നെസവാളറുകൾ അല്ലേ, അതായത് ഇതിൻ്റെ തൊഴിലെടുക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു ഈ ഒരു ഹാൻഡ്ലൂം മേഖലയിലുള്ള. அது நம்ம வேணுமானா ஓகே ஃபார்மர்ஸ் குறித்து நம்ம பேசுவோம். பட் இந்த சாரீஸ் അതാണ്. അപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. ബിക്കോസ് ഒരു സാരി ആക്ച്വലി അവ பண்ண மாதிரி நிறைய டைம் அதோட லைக் ஹவு மச் எவ்வளோ ஒர்க் ஆக்சுவலி நீங்கள் வந்து பார்த்துக்கோங்க. சீரியஸாக சூப்பரான பீஸ் எல்லாமே. അണ്ടർ അപ്രിഷിയേറ്റഡ് ബിക്കോസ് അവരെ കുറിച്ച് ആക്ച്വലി നമ്മൾ സംസാരിച്ചിട്ടേ ഇല്ല. സോ അപ്പൊ ഞാൻ ഇന്നലെ ഓസിയാണ് ഈ കുറേ കിടിലൻ സാരീസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓസി ഇന്നലെ എനിക്ക് കുറച്ച് വർക്ക് ഉള്ളതുകൊണ്ട് അപ്പം നമ്മുടെ മുതലാളി തന്നെ നോക്കൂ, അവിടെ ഫോണുകൾ നിലത്തിരിക്കുന്നു, അവരുടെ ബാക്കിയുള്ള സംവിധാനങ്ങളെല്ലാം നിലത്തിരിപ്പുണ്ട്. അവരവിടെ വളരെ കംഫർട്ടായിട്ടിരിക്കുന്നു. അവിടെ അത് വെച്ചിട്ടൊരു ട്രഡീഷണൽ സംഭവം ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. ഞാൻ ഉള്ളായിരുന്നുണ്ടെന്ന് പറയാമല്ലോ, ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വച്ചുകൊണ്ട് നല്ല റോയലായിട്ടുള്ള വില കൂടിയ സാരികളൊക്കെ ഈ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഫോട്ടോസ് എടുത്തിട്ടുള്ള വളരെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ അല്ലാതെ കണ്ടിട്ടുണ്ട്. അതൊരു വലിയൊരു ഇത് നെഗറ്റീവായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ആ ഫ്ലോർ കണ്ടാൽ നിങ്ങൾക്ക് തോന്നുന്നു ഡേർട്ടി ആണെന്ന്, വൃത്തിയുടെ പിടിച്ചുള്ള സംഭവമാണെന്ന് തോന്നുന്നു. അവരങ്ങനെ ഒരു സ്ഥലത്ത് പോയി ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല, എനിക്ക് തോന്നുന്നില്ല. അങ്ങ് പ്രൊമോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചുമ്മാ എൻ്റെ മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഓക്കെ ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരു സാരി ആക്ച്വലി വീവ് ചെയ്യണമെങ്കിൽ എത്ര നേരം എന്തായാലും എടുക്കുമെന്ന്. സോ ഞാൻ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ശരിയാണ്. അപ്പോൾ അവരെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. അതേപോലെ തന്നെ മുണ്ടായാലും എത്ര പേര്. സോ ഹാറ്റ്സ് ഓഫ് എല്ലാവർക്കും ഇത് ഉണ്ടാക്കി. അശ്വിൻ പറയാൻ ശ്രമിക്കുന്നത് അത് ഉണ്ടാക്കിയിരിക്കുന്നത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന സാധാരണക്കാരുടെ നെയ്ത്ത് തൊഴിലാളികളാണ്. ആ നെയ്ത്ത് തൊഴിലാളികൾ ചെയ്യുന്ന ഹാർഡ് എഫേർട്ടിനെ ആരും അധികം അപ്രീഷിയേറ്റ് ചെയ്യാറില്ല. ആ ക്ലോത്തിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്, ബട്ട് അത് ഉണ്ടാക്കിയെടുത്ത ആൾക്കാരെ കുറിച്ച് ആരും ഒന്നും പറയാറില്ല. അതിന് വേണ്ടിയിട്ട് ആണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. അത് വളരെ നല്ലൊരു ചിന്താഗതി. പ്രത്യേകിച്ച് ഈ തമിഴ്സിനെ കുറിച്ച് എനിക്കുള്ള ഏറ്റവും വലിയൊരു റെസ്പെക്റ്റ് എന്ന് വെച്ചാൽ അവർ കൃഷിയെ ബഹുമാനിക്കുന്നവരാണ്, അവർ തൊഴിലിനെ ബഹുമാനിക്കുന്ന ആൾക്കാരാണ്, അവർ പരമാവധി വ്യക്തികളെ ബഹുമാനിക്കുന്ന ആൾക്കാരാണ്. അവിടെ കൾച്ചറിൻ്റെ പാർട്ടാണത്. അതിൻ്റെ ഒരു അംശമാണ് ഇവിടെ നമ്മുടെ ഇത് അശ്വിനോടെ കാണിക്കുന്നത്. അവിടെ ആണെങ്കിൽ ഒരു സാധനം എന്തെങ്കിലും ഒരു സംഭവം കൊള്ളാമോ എന്ന് ചോദിച്ചാൽ നന്നായിട്ടുണ്ടെന്ന് അവർ തുറന്ന് പറയും. പക്ഷേ ഇവിടെ ആണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ മാത്രമേ കുഴപ്പമില്ലെന്ന് പറയുള്ളൂ. ഇതിൻ്റെ ഒരു പോസ്റ്റ് കൂടെ ഞാൻ കണ്ട ശ്രദ്ധയിലേക്ക് എത്തിയൊരു പോസ്റ്റ് കൂടെ പറയാം. ഒട്ടും വൃത്തിയും ശുചിത്വവും പാലിക്കുന്നില്ല, ദിയാ കൃഷ്ണയ്ക്കെതിരെ വൻ വിമർശനം, ഒടുവിൽ വിശദീകരണം ഞാൻ കണ്ടില്ല, എന്നാലും നോക്കാം. മോഡേൺ വസ്ത്രങ്ങളുടെ സ്ഥാപനമായി തുടങ്ങി പിന്നീട് ഇമിറ്റേഷനിൽ ആഭരണങ്ങളുടെ വലിയ ശേഖരമായി ഓസി എന്ന സ്ഥാപനമായി വളർന്ന ദിയാ കൃഷ്ണ അടുത്തിടെ സ്ഥാപനത്തിലേക്ക് എത്തിച്ച പട്ടുസാരികളുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട വീഡിയോയെ തുടർന്ന് വിമർശനങ്ങളിൽ 3 ലക്ഷത്തോളം ഹാപ്പി കസ്റ്റമേഴ്സ് ഉള്ള ഓസിയുടെ ഓൺലൈൻ വിൽപ്പന കൂടാതെ തിരുവനന്തപുരം ഫിസിക്കൽ സ്റ്റോറുമുണ്ട്. ദിയയുടെ ഭർത്താവ് അശ്വിനും ചേർന്ന് സോഷ്യൽ മീഡിയ വഴി പ്രൊമോഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായി പുതിയ സാരികളുടെ ഫോട്ടോഷൂട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തതാണ് വിവാദമായത്. വീഡിയോയിൽ വിൽപ്പനയ്ക്കുള്ള സാരികൾ വീടിൻ്റെ മുകളിലത്തെ ബാൽക്കണി ഏരിയയിൽ തറയിൽ നിരത്തിയിട്ടാണ് ദിയ ഫോട്ടോ എടുത്തിരിക്കുന്നത്. ഇത് കസ്റ്റമേഴ്സിന് നൽകാനുള്ള സാരികൾ തറയിലിട്ട് ഫോട്ടോ എടുത്തത് വൃത്തിഹീനമാണെന്നും ഹൈജീൻ കുറവാണെന്നും പറഞ്ഞ് നിരവധി പേരാണ് വിമർശനം ഉന്നയിച്ചത്. കാർപ്പറ്റ് വിരിക്കാതെ തറയിലിട്ട സാരികൾ കസ്റ്റമേഴ്സ് നൽകുമ്പോൾ ശുചിത്വം നഷ്ടപ്പെടുന്നു എന്ന് കമൻറ്റുകൾ വന്നു. വിമർശനത്തെ തുടർന്ന് ദിയാ കൃഷ്ണ വിശദീകരണമായി എത്തി. അവിടെ ഫോട്ടോഗ്രാഫിക്കായി സാരികൾ തറയിൽ വയ്ക്കുന്നതിന് മുമ്പ് ആ സ്ഥലം അണുവിമുക്തമാക്കാറുണ്ടെന്നും അതിനാൽ
വൃത്തിയില്ലെന്ന് പറയാൻ ആകില്ലെന്നുമായിരുന്നു ദിയയുടെ മറുപടി. ചിലപ്പം സ്റ്റോറി വല്ലിട്ടുണ്ടാവും, ഞാൻ അത് കണ്ടിട്ടില്ല മറുപടി. എന്നാൽ തറ തുടച്ചാലും എല്ലാവരും നടക്കുന്ന സ്ഥലത്ത് വിരിയില്ല സാരി ഇട്ട് ഫോട്ടോ എടുക്കുന്ന ഉപഭോക്താക്കളെ ബഹുമാനിക്കാത്തതിന് തുല്യമാണെന്നായിരുന്നു വിമർശകരുടെ പ്രതികരണം. ഇത്രയും വലിയ സംരംഭം നടത്തുമ്പോൾ ശുചിത്വ കാര്യങ്ങളിൽ ദിയ കാണിക്കുന്ന അശ്രദ്ധ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനെ ബാധിച്ചേക്കാം. എന്തൊരു കരുതലാണ് മനുഷ്യർക്ക്. നിലവിൽ ലോബയോസിക്കായി പുതിയൊരു സ്ഥലം വാടകയ്ക്കെടുത്ത് സ്റ്റോർ ആരംഭിക്കാനുള്ള ശ്രമത്തിലാണ് ദിയ കൃഷ്ണ. അതിൻ്റെ ഫോട്ടോയും ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ അഭിപ്രായം ഉണ്ടോ? കാരണം ഒന്നാമത്തെ കാര്യം, വളരെ സെൻസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ തന്നെയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ദിയയുടെ സൈഡിൽ നിന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒന്ന് ഒഴിവാക്കാമായിരുന്നു. കാരണം ആൾക്കാരിലേക്ക് ഇത് എത്തുന്ന സമയത്ത് ഇത് എങ്ങനെ വേണോ ചിന്തിക്കാമല്ലോ, ഏത് തരത്തിലും ആൾക്കാർ ചിന്തിക്കാമല്ലോ എന്നൊരു ചിന്ത ദിയയ്ക്ക് ഉണ്ടാവണമായിരുന്നു. മറിച്ച് ഞാൻ എന്നോട് ചോദിച്ചാൽ വളരെ ജെന്യുനായിട്ട് പറയാം, ഇതിനകത്ത് അവർ ഇരിക്കുന്ന നിലത്ത് ഒരിക്കലും ഡേറ്റിനെസ് ഉണ്ടാവില്ല. നമ്മൾ വൃത്തികെട്ട സ്ഥലത്ത് സാഹചര്യത്തിൽ നമ്മൾ ആരെങ്കിലും ഇരിക്കുമോ? അതും ഒരു പ്രസവിച്ചെണീറ്റ സ്ത്രീ എന്ന് പറയാം, ഒരമ്മ. അങ്ങനെ ആ ഒരു സ്ഥലത്ത് ആ കൊച്ചിനെ പരിചരിക്കുന്ന ഒരു അമ്മ ആ ഒരു സ്ഥലത്ത് ഒരു വൃത്തിഹീനമായ സാഹചര്യത്തിൽ പോയി ഇരുന്ന് ഈ ബിസിനസ് ഇത്രയും നന്നായിട്ട് ചെയ്യുന്ന ആ ഒരു പുള്ളിക്കാരത്തി അങ്ങനെ ചെയ്യുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സോ നമ്മൾ കാരണം കണ്ടെത്തി ഒരാളെ കുറ്റപ്പെടുത്താൻ മാത്രം ഒരു കുറ്റം കണ്ടെത്തിയതുപോലെ തോന്നുന്നതിനപ്പുറം എനിക്കതിനകത്തൊരു വലിയൊരു മോശമായിട്ടൊരു സംഭവം എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. വ്യക്തിപരമായി നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ബഹുമാനിക്കുന്നു, അത് കമൻറ്റും ചെയ്യാം. ഇതിൽ ന്യായം അറിയില്ലെങ്കിലും ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും വിരിച്ചിട്ട് അതെടുത്തിട്ട് വീഡിയോ ചെയ്യാമായിരുന്നു. എത്ര അണുയുക്തമാക്കിയാലും നിങ്ങളെല്ലാവരും ചവിട്ടി നടക്കുന്നതല്ലേ, എല്ലാവർക്കും അത് ഉൾക്കൊള്ളാനാവില്ല. വൃത്തിയില്ലാത്തവർ അത് അർത്ഥമാക്കി ശ്രദ്ധിക്കുകയില്ല, പിഴവാണ്. ഈ OCD പേഷ്യൻസ് എന്ന് പറഞ്ഞ ആൾക്കാർ, OCD കാരണം അവരെക്കുറിച്ച് മനസ്സിലാക്കണം. അങ്ങനെ OCD ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സാധനം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. കാരണം ഹൈജീനിക്കിൻ്റെ അവർ വളരെ ഇതായിട്ട്, കാരണം ഒരു പ്രാവശ്യം പോയി കൈ കഴുകി, അത് മാത്രമല്ല OCD ഒരുപാട് ടൈപ്പ് കാര്യങ്ങളുണ്ട് അതിനകത്ത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അവർ ചിലപ്പോൾ ഇനി ഈ പറയുന്ന എല്ലാ സാധനങ്ങളും ഇങ്ങനെ ആയിരിക്കും പോലും ജനറലൈസ് ചിന്തിച്ചാലും അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ശ്രദ്ധിക്കണം. അവരും അവിടെ ഇരിക്കുകയാണെങ്കിൽ വൃത്തി അല്ലെങ്കിൽ അവർ തറയിൽ ഇരിക്കില്ലല്ലോ. കറക്റ്റാണ്, അതൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവർ അവിടെ ഇരുന്നോട്ടെ. ആളുകൾ എടുക്കുന്ന പുതിയ വസ്ത്രം വെറും തറയിലിട്ട് ആളുകൾ പ്രതികരിച്ചത്, ആളുകൾ ഫംഗ്ഷൻ അമ്പലം ഇവിടെയൊക്കെ പോകാനാണ് സാരി ഉപയോഗിക്കുക, അത് അഴുക്ക് തറയിലിട്ടാൽ ആരെങ്കിലും വാങ്ങുമോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നു. അവളെ ന്യായീകരിക്കാൻ കുറേ ആൾക്കാർ, അത് പുള്ളിക്കാർ ന്യായീകരിക്കാൻ, ഇതൊക്കെ പണക്കാർക്ക് വാങ്ങാനുള്ളതാണ്, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കാറില്ല. അവരെന്ത് കാണിച്ചാൽ സപ്പോർട്ട് ചെയ്യാൻ കുറേ പൊട്ടന്മാരുണ്ട്, അത് അവൾക്കറിയാം. എനിക്ക് തോന്നി വീഡിയോ കണ്ടിട്ട് ഇവർ ഇങ്ങനെ ഇട്ടാൽ വാങ്ങുമ്പോൾ ഇവർക്കൊരു തോന്നലാണുണ്ട് ഇവരെന്തോ തേങ്ങയാണെന്ന്. ഇവരെ പുകഴ്ത്താൻ പണിയില്ലാത്ത കുറേ പെണ്ണുങ്ങളും ഉണ്ട്. സോ ഇവർ ഇങ്ങനെ കാണിക്കുന്നതിൽ അതിശയമൊന്നുമില്ല. ആൾക്കാർ തന്നെയാണ് ഇതിനെ വളർത്തി. വൃത്തിയില്ലെങ്കിൽ അതിനെയൊക്കെ നക്കി തുടയ്ക്കാൻ ആരാധകരുണ്ട്. ആരാധകർക്ക് ഇപ്പം അന്തം ഫാനിസത്തിനോട് ഞാൻ യോജിക്കത്തൊന്നുമില്ല, അത് വേറൊരു കാര്യം. അതിപ്പോൾ ഏത് വലിയ സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞാലും അവർ തരുന്ന വിഴുപ്പും പാണ്ടോ എല്ലാം അങ്ങനെ ഇങ്ങോട്ട് എടുത്ത് കമത്തുക, അവർ പറയുന്നതെല്ലാം വേദവാക്യമായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചാണെങ്കിൽ ലാലേട്ടൻ, മമ്മൂക്ക, ഇതര നടന്മാർ, നടിമാർ, സോഷ്യൽ മീഡിയ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന സോക്കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ്, ഇവരുടെയൊക്കെ അന്തം ഫാൻസും തലയ്ക്ക് പിടിച്ച കുറേ ആൾക്കാരെ ഞാൻ സ്ഥിരം കാണാറുണ്ട്. അവരോടൊന്നും നമുക്കൊന്നും പറയാൻ ഇല്ല, അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യവും ഇല്ലാത്തതുകൊണ്ടാണ്. സോ ഗൈസ്, ഇതിനെക്കുറിച്ച് ഇപ്പം ഞാൻ ഈ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ നമ്മുടെ ദിയ കൃഷ്ണ ചെയ്തേക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ആത്മാർത്ഥമായിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്, ബൈ.